പ്രകടനം കൊണ്ടും പ്രമേയം കൊണ്ടും മികച്ച സിനിമകൾ 2024 പ്രേക്ഷകർക്ക് മുന്നിലെത്തുകയുണ്ടായി. അമിത പ്രതീക്ഷയോടെ തിയേറ്ററിലേക്ക് എത്തിയ പ്രേക്ഷകരെ ചില സംവിധായകർ നിരാശപ്പെടുത്തിയപ്പോൾ ചിലർ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു. 2024 പ്രേക്ഷകരെ ഞെട്ടിച്ച 10 സംവിധായകർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാം. ഇരുപത്തിയെട്ടാമത് IFFKയിൽ മികച്ച പിന്തുണയുമായി എത്തിയ, അതായത് തിയേറ്ററിലേക്ക് എത്തിയ ഒരു ചിത്രമായിരുന്നു ആനന്ദ് ഏകർഷിയുടെ ആട്ടം. കാണുന്ന പ്രേക്ഷകരിൽ ഒട്ടേറെ ചോദ്യങ്ങൾ അവശേഷിപ്പിച്ചാണ് സംവിധായകൻ ഈ ചിത്രം അവസാനിപ്പിക്കുന്നത് പോലും. നിലപാടുകളിലെ സ്ഥിരതയില്ലായ്മയെന്ന് പറഞ്ഞാൽ അത് ഏറ്റവും അപകടം പിടിച്ച ഒന്നാണ് എന്ന് കാണിച്ചു തന്ന ചിത്രം കൂടിയായിരുന്നു ആട്ടം. ആട്ടം ഒരു സിനിമ മാത്രമല്ല, ഒരു സിനിമയ്ക്കുള്ളിലെ നാടകം കൂടിയാണ് കാട്ടിത്തന്നത്. അതുമല്ലെങ്കിൽ ഒരേ സമയം സിനിമയും നാടകവുമാണെന്നും പറയാം. നിലപാടുകൾ എടുക്കുകയും അവനവൻ്റെ സൗകര്യത്തിൻ്റെ അടിസ്ഥാനമാക്കി ആ നിലപാടുകളെ മാറ്റിക്കളയുകയും ചെയ്യുന്ന 12 മനുഷ്യരിലൂടെയാണ് ആട്ടം എന്ന സിനിമ സഞ്ചരിക്കുന്നത്. ഒന്നുകൂടി ലളിതമാക്കിയാൽ ഇരട്ടത്താപ്പ് എന്ന പദമായിരിക്കും കൂടുതൽ ഈ ഒരു സമയത്തിന് അനുയോജിക്കുക. അരങ്ങ് എന്ന നാടക ട്രൂപ്പിനെ അടിമുടി ഇളക്കി മറിക്കാൻ പ്രാപ്തിയുള്ള ഒരു ലൈംഗിക ആരോപണത്തെ ചുറ്റിപ്പറ്റിയാണ് സംവിധായകൻ ഈ കഥ പറഞ്ഞിരിക്കുന്നത്. ആ കഥ പറച്ചിലിനെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയും ചെയ്തു. ആനന്ദ് ഏകർഷി എന്ന സംവിധായകൻ ഒരു ബെഞ്ച് മാർക്ക് സൃഷ്ടിക്കുകയും ചെയ്തു. തണ്ണീർമത്തൻ ദിനങ്ങൾ, സൂപ്പർ ശരണ്യ എന്നീ ചിത്രങ്ങൾക്ക് ശേഷം ഗിരീഷ് ഷെഡി 2024 പ്രേക്ഷകരെ കയ്യിലെടുത്തത് പ്രേമലു എന്ന ചിത്രത്തിലൂടെയായിരുന്നു. നസ്ലിൻ, മമിത, സംഗീത് പ്രതാപ്, ശ്യാം മോഹൻ, ഷമീർ ഖാൻ, അഖില ഭാർഗവൻ എന്നിവരുടെ കിടിലൻ പ്രകടനങ്ങളാണ് പ്രേമലുവിനെ കളറാക്കിയത്. മലയാളത്തിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ പ്രേമലു മറ്റു ഭാഷകളിലും നിറഞ്ഞ സദസ്സിൽ പ്രദർശിപ്പിക്കപ്പെട്ടു. 10 കോടിയിൽ താഴെ മാത്രം മുതൽ മുടക്കിയ ചിത്രം നേടിയത് 135 കോടിയിലേറെ രൂപയാണ്. ഗിരീഷ് ഷെഡി എന്ന സംവിധായകൻ ഒരു മിനിമം ബ്രാൻഡായി മാറിയതും ഈ ഒരു വർഷം തന്നെയായിരുന്നു, ഈ ഒരു ചിത്രത്തിലൂടെ കൂടിയായിരുന്നു. അവതരണത്തിൽ പുതുമ കൊണ്ടുവന്ന് ഞെട്ടിച്ച സംവിധായകരിൽ മുൻപന്തിയിലുള്ള ഒരാളായി രാഹുൽ സദാശിവൻ മാറുമെന്നത് തീർച്ചയാണ്. എല്ലാ സാങ്കേതിക വിദ്യകളും നിറഞ്ഞാടുന്ന ഈ കാലഘട്ടത്തിൽ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സിനിമ ചെയ്ത് പ്രേക്ഷകരെ ഞെട്ടിച്ച, ഭീതിപ്പെടുത്തിയ സംവിധായകനായിരുന്നു രാഹുൽ സദാശിവൻ. മമ്മൂട്ടിയെ കേന്ദ്ര കഥാപാത്രമാക്കി ഭ്രമയുഗം എന്ന ചിത്രം രാഹുൽ സ്ക്രീനിലെത്തിച്ചപ്പോൾ ഏവരും കൈയടിച്ചു, ഏവരും പേടിച്ചു. ബ്ലാക്ക് ആൻഡ് വൈറ്റിലെ ഒരു ചിത്രം ഇന്നത്തെ കാലത്ത് ഓടുമോ എന്ന് ചോദിച്ചവർ മൂക്കത്ത് വിരൽ വെക്കുകയും ചെയ്തു. ഭൂതകാലത്തിൽ ഞെട്ടിച്ചതിനേക്കാൾ ഭ്രമയുഗത്തിൽ നമ്മെ വിസ്മയിപ്പിച്ചു, അല്ലെങ്കിൽ വിസ്മയിപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലൂടെ കടത്തിവിട്ടു എന്നാണ് സത്യം. 2024 ട്രെൻഡായ ഒട്ടേറെ സിനിമ ഡയലോഗുകൾ ഉണ്ടായിരുന്നു. എന്നാൽ സിനിമയുടെ പിന്നണിയിൽ പ്രവർത്തിച്ച ഒരാളുടെ വാക്കുകൾ അല്ലെങ്കിൽ ഡയലോഗുകൾ ട്രെൻഡായത് പിന്നീട് വലിയ ചർച്ചകൾക്ക് വഴിതെളിച്ചു. എന്നിരുന്നാലും അവതരണത്തിലൂടെ ചിത്രം മറ്റൊരു തരത്തിലേക്ക് അല്ലെങ്കിൽ മറ്റൊരു ലെവലിലേക്ക് എത്തിയെന്ന് തന്നെ പറയാം. മഞ്ഞുമ്മൽ ബോയ്സ് എന്ന ചിത്രത്തിലൂടെ ചിദംബരം എന്ന സംവിധായകൻ തൻ്റെ സംവിധാന മികവ് എന്താണെന്ന് പ്രേക്ഷകർക്ക് കാട്ടിത്തന്നു. മഞ്ഞുമ്മൽ മലയാള സിനിമയുടെ സീൻ മാറ്റുമെന്ന് സംഗീത സംവിധായകൻ സുഷീൻ ശ്യാം പറഞ്ഞത്, അത് തുടക്കത്തിൽ ഞാൻ പറഞ്ഞ ആ ഒരു ട്രെൻഡ് ഡയലോഗായി മാറിയിരുന്നു. ഗുണാക്കേവിൻ്റെ വശ്യതയും ഭീകരതയും ഒരുപോലെ പകർത്താനും സ്ക്രീനിലേക്ക് എത്തിക്കാനും ചിദംബരത്തിന് ഒരുപോലെ കഴിഞ്ഞു, അല്ലെങ്കിൽ ചിദംബരത്തിന് സാധിച്ചു. മഞ്ഞുമ്മൽ ബോയ്സ് ഉണ്ടാക്കിയ ഓളം കേരളത്തിൽ മാത്രം ഒതുങ്ങുന്നതായിരുന്നില്ല. മറ്റു ഭാഷകളിലും പ്രത്യേകിച്ച് തമിഴ്നാട്ടിലും മഞ്ഞുമ്മൽ ഉണ്ടാക്കിയ ഓളം അവസാനിക്കും മുമ്പ് ജിത്തു മാധവൻ എന്ന സംവിധായകൻ തൻ്റെ പുതിയ ചിത്രവുമായി രംഗത്തെത്തി. സിനിമയിലെ പാട്ടുകളെല്ലാം ഹിറ്റായി. ഇലുമിനാട്ടി എന്ന ഗാനം ട്രെൻഡായി മാറി. ഫഹദ് ഫാസിലിനെ അഴിഞ്ഞിടാൻ വിട്ട ഒരു സംവിധായകൻ, അല്ലെങ്കിൽ ജിത്തുവിൻ്റെ ആവേശം, അതിലും ആവേശത്തോടെ തന്നെ പ്രേക്ഷകർ ഏറ്റെടുക്കുകയായിരുന്നു. മഞ്ഞുമ്മലിനെയും പ്രേമലുവിനെയും പോലെ ആവേശം മറ്റു ഭാഷകളിലും ഹിറ്റായി മാറുകയായിരുന്നു. സംവിധാന മികവിൽ വിസ്മയിപ്പിച്ച മറ്റൊരു സംവിധായകൻ ജിതിൻ ലാലായിരുന്നു. അജയൻ്റെ രണ്ടാം മോഷണം എന്ന ചിത്രത്തിലൂടെ മലയാള സിനിമയിലെ ബ്രാൻഡ് സംവിധായകരുടെ പട്ടികയിലേക്ക് ജിതിൻ ലാലും നടന്നു കയറി, അല്ലെങ്കിൽ ചേക്കേറി. ടൊവിനോയെ വ്യത്യസ്തമായ 3 കഥാപാത്രങ്ങളാക്കി അവതരിപ്പിച്ച ജിതിൻ ലാൽ 2024 പണംവാരി ചിത്രങ്ങളുടെ കൂട്ടത്തിൽ ഉൾപ്പെട്ട സംവിധായകനുമായി. 3 കാലഘട്ടങ്ങളെ സ്ക്രീനിലേക്ക് കൊണ്ടുവരുന്നതിലും അതിലെ 3 കേന്ദ്ര കഥാപാത്രങ്ങളെ വ്യത്യസ്തമായ രീതിയിൽ അവതരിപ്പിക്കുന്നതിലും ജിതിൻ ലാൽ വിജയിച്ചു എന്ന് തന്നെ പറയാം. കണ്ടിരിക്കുന്ന പ്രേക്ഷകരെ ഒരുപോലെ വിസ്മയിപ്പിക്കുകയും ത്രസിപ്പിക്കുകയും ചെയ്യുന്നത് അത്ര എളുപ്പമുള്ളൊരു കാര്യമല്ല. തൻ്റെ സിനിമയിലൂടെ ഓരോ നിമിഷവും അങ്ങനെ പ്രേക്ഷകനെ ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്താൻ കഴിഞ്ഞ സംവിധായകനായി ദിൽജിത്ത് അയ്യത്തൻ മാറുകയും ചെയ്തിരുന്നു. കക്ഷി അമ്മിണിപ്പിള്ളയ്ക്ക് ശേഷം ദിൽജിത്ത് കിഷ്കിന്ദ കാണ്ഡവുമായി എത്തിയപ്പോൾ 2024 മികച്ച ചിത്രവും മികച്ച സംവിധായകനെയും നമുക്ക് ലഭിക്കുകയായിരുന്നു. ലോക സിനിമയിലും മലയാളികൾ ഉണ്ടടാ എന്ന് വിളിച്ചു പറഞ്ഞ സിനിമയും 2024 ജനിച്ചു. മുമ്പ് പലതവണ മലയാള സിനിമയും ലോക സിനിമയോടൊപ്പം പ്രദർശിപ്പിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഓൾ വി ഇമേജിൻ ആസ് ലൈറ്റ് എന്ന പായൽ കബാഡിയ ചിത്രം മലയാള സിനിമയുടെ മാറ്റുകൂട്ടി, അല്ലെങ്കിൽ യശസ് ഉയർത്തി. കനിയും ദിവ്യപ്രഭയുമൊക്കെ കാൻ വേദിയിൽ പത്തരമാറ്റ് തിളക്കത്തോടെ ജ്വലിക്കാൻ കാരണം പായൽ കബാഡി എന്ന സംവിധായിക തന്നെയാണ്.
ഏറ്റവും ഒടുവിൽ വർഷം അവസാനിക്കാറാവുമ്പോൾ റൈഫിൾ ക്ലബിലൂടെ ആഷിക് അബുവും മാർക്കോയിലൂടെ ഹനീഫ് അദേനിയും തങ്ങളുടെ ബെഞ്ച് മാർക്ക് സൃഷ്ടിച്ചു കഴിഞ്ഞു. മേക്കിങ്ങിൽ ഇരുവരും ഞെട്ടിച്ചു എന്ന് തന്നെ പറയാം. അഭിനയ ജീവിതത്തിലെ ഏറെ ദൂരം മുന്നോട്ട് പോയ മോഹൻലാൽ തൻ്റെ പ്രഥമ സംവിധാനവുമായി എത്തിയപ്പോൾ അതെല്ലാത്തരം പ്രേക്ഷകരെയും അല്ലെങ്കിൽ എല്ലാത്തരം ആൾക്കാരെയും സന്തോഷിപ്പിച്ചില്ല എങ്കിലും ആ മേക്കിംഗ് മികവ് അത് ചർച്ചയാകുന്നുണ്ട്. ഇത്ര മാത്രമല്ല മികച്ച സംവിധായകരുടെ എണ്ണം അല്ലെങ്കിൽ മികച്ച സംവിധായകരുടെ പേരുകൾ. വാഴയിലൂടെ ആനന്ദ് മേനോനും, പണിയിലൂടെ നടനായ ജോജുവും, ഗഗനചാരിയിലൂടെ അരുൺ ചന്തുവും, ഉള്ളൊഴുക്കിലൂടെ ക്രിസ്റ്റോ ടോമിയും ഒക്കെ പോയ വർഷത്തിൽ മലയാള സിനിമയ്ക്ക് ഒരു പുത്തൻ ഉണർവ് നൽകിയിരുന്നു. മലയാള സിനിമയ്ക്ക് പുതിയ വർഷത്തിൽ എന്തൊക്കെയോ ഇവർ കരുതി വയ്ക്കുന്നുണ്ടാകാം.